ഫ്രണ്ട്സ്, അപ്പം എന്ത് ചെയ്യും, നമ്മൾ വെയിൽസ് എത്തിയിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അവി പാല് കുടിക്കുന്നേ ഉള്ളൂ. പിന്നെ ക്ലീനിങ് പരിപാടിയിലേക്ക് അജയ് ചേട്ടൻ കയറിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയായിട്ടുണ്ട്. നമുക്ക് 9 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പം ഞാനും അവയും പോയി പെട്ടെന്ന് റെഡി ആവട്ടെ കേട്ടോ. നമ്മൾ ഇന്നത്തെ റെഡിയാവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ആദ്യം തന്നെ പോകുന്നത് സിപ്പ് വേൾഡ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സ്ഥലമുണ്ട്. അങ്ങോട്ടാട്ടോ ആദ്യം പോകുന്നത്. നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം 10:30 അവിടെ തുടങ്ങുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 40 മിനിറ്റ്സ് ഉണ്ട്. നമ്മളൊരു 9 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് പോയി ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ട്രാവൽ തുടങ്ങി. പോകുന്ന വഴിയൊക്കെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ നമ്മൾ വന്ന വഴിക്കൊന്നുമല്ല, ഇത് വേറൊരു ഡയറക്ഷനിലായിരുന്നു നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഇന്നലെ കാണാത്ത കുറേ കൂടുതൽ കാഴ്ചകളൊക്കെ ഇന്ന് പോകുന്ന വഴിക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കവിടെ ബുക്ക് ചെയ്ത സ്ഥലത്ത് കറക്റ്റ് സമയത്ത് എത്തണമായിരുന്നു. അതുകൊണ്ട് തന്നെ നിർത്താനൊന്നും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വണ്ടിയിലിരുന്ന് കാണുകയും കാഴ്ചകളൊക്കെ ആയിരുന്നു. പിന്നെ ഒരു 5 മിനിറ്റ് സമയം കിട്ടിയപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഇറങ്ങി നിന്ന് കുറച്ചേരം കണ്ടായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് കാണാമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. ഈ മലയും കുന്നും ചെരുവും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്താ പറയുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കണ്ണെടുക്കാൻ തോന്നത്തില്ല. മൊത്തം മലയും കുന്നും ചെറിയ ചെറിയ അരുവികളും ഒക്കെയാണ്. പിന്നെ കുറേ ഷീപ്പും കണ്ടു കേട്ടോ. അപ്പോൾ പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇങ്ങോട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വരണം കേട്ടോ. അത്രയ്ക്ക് നല്ല സ്ഥലമാണ് വെയിൽസ് എന്ന് പറയുന്നത്. അങ്ങനെ നല്ലൊരു സീനറി കണ്ടെടുത്ത് ഞങ്ങൾ നിർത്തി കുറച്ചൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ ട്രാവൽ തുടങ്ങി. കാരണം നമ്മൾ ബുക്ക് ചെയ്തെടുത്ത് കറക്റ്റ് സമയത്ത് തന്നെ എത്തണം. ഇല്ലെങ്കിൽ നമ്മൾ അവരെ കയറ്റിയില്ലെങ്കിലോ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ എത്താമെന്ന് വിചാരിച്ചു. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ ഈ ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇറങ്ങാമെന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോട്ടെ. അങ്ങനെ നമ്മൾ സിപ്പ് വേൾഡിൽ എത്തിട്ടോ. നല്ല അടിപൊളി കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. 2-3 നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഇതൊക്കെ നോക്കി എങ്ങനെയാണെന്നൊക്കെ നോക്കി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട്. ഈ സിപ്പ് വേൾഡ് ഇരിക്കുന്നതും ഒരു ചെറിയ ഫോറസ്റ്റിൻ്റെ അകത്താട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് കാണാൻ. നമ്മൾ പെട്ടെന്ന് പോയി നമ്മൾ ബുക്ക് ചെയ്ത സാധനത്തിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. നമ്മൾ വന്നപ്പോഴത്തേക്കും കറക്റ്റ് സമയമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു. പിന്നെ ഈ കാണുന്നതൊക്കെ ഓരോരോ റൈഡും കാര്യങ്ങളൊക്കെ ആട്ടോ. ഇവിടെ ഓരോരോ റൈഡിനും ഓരോ പേരും ഉണ്ട്. ഇനി നമുക്ക് നേരെ അജയ് ചേട്ടനും ഒഴിക്കാൻ ബുക്ക് ചെയ്തേക്കുന്ന ഒരു റൈഡുണ്ട്, അതിലേക്ക് പോവാം. ഇതായിരുന്നു കേട്ടോ അവരാദ്യം പോയ റൈഡ്. ഇതിൻ്റെ പേരാണ് ഫോറസ്റ്റ് കോസ്റ്റർ എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 പ്രാവശ്യം റൈഡ് ചെയ്യാം കേട്ടോ. അതും സെയിം ആൾക്കാർ തന്നെ പോകണം. പിന്നെ ഇവർ വെയിറ്റ് ഒക്കെ നോക്കിയിട്ടാണ് നമുക്ക് ഓരോരോ കാര്യങ്ങളും തരുന്നത്. അതുകൊണ്ട് സെയിം ആൾക്കാർ തന്നെ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഞാനിത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് കയറണം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 3 പ്രാവശ്യം റൈഡ് ഉണ്ടെങ്കിലും 3 പ്രാവശ്യം ഇവർ ക്യാമറ വെച്ച് അത് ഷൂട്ട് ചെയ്യും. ഈ ഷൂട്ട് ചെയ്യുന്ന സാധനങ്ങൾ നമുക്കൊരു QR കോഡായിട്ട് സ്കാൻ ചെയ്ത് തരും കേട്ടോ. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഏകദേശം 7 പൗണ്ട് 8 പൗണ്ട് കണ്ട് ഒരു വീഡിയോയ്ക്ക്. അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്ത ഒരു വീഡിയോ കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കും. നല്ല അടിപൊളി എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇവരുടെ.
അജയ് ചേട്ടനും അവിയും ആ റൈഡിലൊക്കെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അവരിപ്പോൾ ഏകദേശം 3ാമത്തെ റൈഡായിട്ടുണ്ട്. പക്ഷേ എൻ്റെ റൈഡ് തുടങ്ങാൻ സമയമായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എന്നാൽ അങ്ങോട്ട് പോകാമെന്ന്. പിന്നെ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവരൊട്ടും ഈ ചെടികളൊന്നും കട്ട് ചെയ്തോ അങ്ങനെ ഒന്നും കളഞ്ഞിട്ടില്ല. ഈ കാണുന്ന റൈഡിലാണ് ഞാൻ കയറാൻ പോകുന്നത്. സ്കൈ റൈഡ് നടന്നു കേട്ടോ ഇതിൻ്റെ പേര്. ഇത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് വലിയ പേടിയും തോന്നിയില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് അയ്യോ എൻ്റെ പൈസ വെറുതെ പോയല്ലോ, ചുമ്മാ ഒരു ഊഞ്ഞാലി കയറാൻ വേണ്ടിയാണോ ഞാൻ ഇത്രയും പൈസ കൊടുത്തതെന്നുള്ളത്. അതിൻ്റെ ഭീകരത കാണണമെങ്കിൽ ഈ ഒരു റൈഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ. ഞാൻ കണ്ടത് വെറും അവർ എൻഡ് ചെയ്യാൻ പോകുന്നൊരു പോർഷനായിരുന്നു ഞാൻ കണ്ടത്. ഇപ്പം നോക്കിക്കോ, ഈ ഒരു റൈഡ് എവിടം വരെ പൊക്കിയിട്ടാണ് നമ്മൾ സ്വിങ് ചെയ്യിക്കുന്നതെന്നുള്ളത്. നല്ല അടിപൊളി റൈഡായിരുന്നു കേട്ടോ. സത്യം പറയാം, ഏകദേശം ഒരു പകുതി വരെ പൊക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു. ഞാൻ പിന്നെ കാറി പോകാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. ഇതിൻ്റെയും ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ കാറ് പോകുന്നത് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഏതായാലും വെക്കുന്നില്ല. ഇങ്ങനെ പൊക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഏകദേശം ആ താഴെ നിന്ന് വീഡിയോ എടുക്കുന്നവരെ വരെ നമുക്ക് കാണാം കേട്ടോ. ഏകദേശം നമ്മൾ തലകുത്തി നിൽക്കുന്ന ഒരവസ്ഥയിലാവും. ഇങ്ങനെ ഇത്രയും പൊക്കിയതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് സ്വിങ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇപ്പം ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് പോകുന്നത്. അയ്യോ, ഈ 2 പ്രാവശ്യം സ്വിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ കിളികളെല്ലാം പറന്നു പോകും. ആ ഒരവസ്ഥയിലായിരുന്നു ഇറങ്ങി വന്നിട്ട്. സത്യം പറയാം, എൻ്റെ കിളികളെല്ലാം പറന്നു പോയേക്കുമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞാൻ കയറിയ ഒരു റൈഡ്. ഇങ്ങനെ 2 റൈഡ് മാത്രമായിരുന്നു നമ്മൾ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ വേറെ അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നും നമുക്കിവിടെ കണ്ടില്ലായിരുന്നു കേട്ടോ. ഇനി നമുക്ക് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം. നമുക്ക് പോയി ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ട് പയ്യെ വേറെ സൈറ്റ് സീയിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങിട്ടോ. ഇപ്പോഴാണ് എനിക്ക് ചെറുതായിട്ടൊന്ന് കിളി വന്നു തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ ഇത്ര നേരം ഇൻ്റർവ്യൂ ഒന്നും പറയാതിരുന്നു കേട്ടോ. കാരണം അയ്യോ, ആ സ്കൈ ഡൈനിൽ തന്നെ ആ സ്വിങ്ങിൽ പോയിട്ട് എൻ്റെ പൊന്നെ, സത്യം പറയാലോ, ഇപ്പോഴാണൊന്ന് പോയ കിളികളൊക്കെ ഒന്ന് തിരിച്ചു വന്നത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്ടിവിറ്റി എല്ലാം കഴിഞ്ഞിറങ്ങി, നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. ഇനി എവിടെയെങ്കിലും കയറി ഫുഡ് അടിക്കണം. പിന്നെ പോകുന്ന വഴിക്കൊക്കെ നല്ല അടിപൊളി സീൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം ഒരിടത്തും ഇറങ്ങിയില്ലായിരുന്നു കേട്ടോ. കാരണം ഇവിടെ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന ടൈം ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്കിനി പോകുന്ന വഴിക്ക് ഇതെല്ലാം നിർത്തി കണ്ട് പയ്യെ പോവാം. അപ്പോൾ നമുക്ക് ആദ്യം പോയി ഫുഡ് കഴിക്കാം. അടുത്ത് തന്നെ കണ്ട ഒരു ടൗണിൽ നിർത്തിയിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. ഞാൻ അതിൻ്റെ അകത്ത് എടുത്ത കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ അവി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ മേടിച്ചത് ഒരു ബർഗറും പിന്നെ ഒരു ഫിഷ് കേക്കും പിന്നെ ഒരു പിസയായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് വിശക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മഴയും പെയ്യാൻ തുടങ്ങി. നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വലിയ ശക്തിയൊന്നുമില്ല, പക്ഷേ എന്താ പറയുക, ഇങ്ങനെ കണ്ടിന്യൂസ്ലി പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫോർകാസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇനി മൊത്തം മഴയാണ്. എന്നാൽ പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം മഴയത്ത് നടന്ന് കുറച്ച് സീനും കാര്യങ്ങളൊക്കെ കാണാമെന്നുള്ളത്. ഇന്നലെ അടിപൊളി ഒരു കുട്ടി റെയിൽവേ സ്റ്റേഷനായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നടക്കാൻ എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം മഴ ഇനി തോരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. പക്ഷേ ഇനി നമുക്ക് സമയം കളയാനും ഇല്ലല്ലോ, നമ്മൾ ഏതായാലും വന്നതാണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് ഇങ്ങനെ വലിയ നനയണ ടൈപ്പ് മഴയൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ ചെറിയ മഴയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോൾ കണ്ടൊരു നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ചെറിയൊരു അരുവി, പുഴ, തോട് എന്ത് വേണേലും പറയാം നമുക്ക്. പക്ഷെ അങ്ങോട്ട് ഇറങ്ങാനുള്ള റോഡൊക്കെ ഒരു ബ്ലോക്ക് ചെയ്തേക്കുമായിരുന്നു. അങ്ങനെ പിന്നെ തിരിച്ചു വന്ന് ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. മഴ ഐസ്ക്രീം നല്ല കോമ്പിനേഷനല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു വാട്ടർഫോൾ കണ്ടത്. എന്നാൽ പിന്നെ അവിടെ നിർത്തിയേക്കാമെന്ന് വിചാരിച്ചു. അജയ് ചേട്ടനാണെങ്കിൽ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ സമയമായപ്പോഴത്തേക്കും മഴയൊക്കെ നല്ല അടിപൊളിയായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം പക്ഷേ നല്ല ഒരു സ്ട്രോങ് ഒരു മഴയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു മഴയത്ത് നടക്കലൊക്കെ ഒരു രസമല്ലേ, ഇങ്ങനെയൊക്കെയല്ലേ ഓരോരോ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്നുള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കോട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും മഴയുടെ ഒരു ശക്തിയും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക വാട്ടർഫോളിലെത്തി. ഇങ്ങോട്ട് കയറാൻ വേണ്ടി പൈസ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 2 പൗണ്ടാണോ 1 പൗണ്ടാണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ അത്യാവശ്യം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്തേക്കണ കാരണം നന്നായിട്ട് എന്താ പറയുക ഫ്ലോറൊക്കെ നല്ല തെന്നി കിടക്കുന്ന പോലെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇറങ്ങാൻ ഭയങ്കര പാടായിരുന്നു. ഞാൻ അവീനെ ഭയങ്കരമായിട്ട് പിടിച്ചായിരുന്നു കേട്ടോ ഇറങ്ങണേ. കുറേ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങാനുണ്ടായിരുന്നു. ഈ ഇറങ്ങുന്ന സ്റ്റെപ്പെല്ലാം കയറുകയും വേണം കേട്ടോ. അവിയാണെങ്കിലോ ഇങ്ങനെ മഴയും എല്ലാ കാര്യങ്ങളും ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഓടാനുള്ള ടെൻഡൻസിയില്ല. ഞാൻ പിന്നെ അവനെ പിടിച്ചു നിർത്തിയേക്കുമായിരുന്നു. അങ്ങനെ നമുക്ക് പെട്ടെന്ന് പോയി വാട്ടർഫോളും കാര്യങ്ങളൊക്കെ കാണാം.
അങ്ങനെ താണ്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മൾ വാട്ടർഫോളിൻ്റെ അടുത്തെത്തി. ഈ വാട്ടർഫോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ലെയർ ആയിട്ടുള്ള വാട്ടർഫോൾ കേട്ടോ. ഒറ്റയടിക്ക് മുകളിൽ നിന്ന് താഴെ വരെ വരുന്നതല്ല, ഓരോ ലെയറായിട്ട് ഒരു 3 ലെയർ ഉണ്ട് കേട്ടോ. അങ്ങനെ 2 ലെയർ നമുക്ക് ഇവിടുന്ന് കാണാം. ഇതിൻ്റെ താഴത്തേക്കാണ് അടുത്ത ലെയർ, മീൻസ് അടുത്ത വെള്ളച്ചാട്ടം പോലെ വരുന്നത് കേട്ടോ. ഇവിടം വരെയാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം. അതായത് ആൾക്കാർ കാണാൻ വേണ്ടിയൊക്കെ ഒരു ചെറിയ സ്പേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെല്ലുന്ന സമയത്ത് അത്യാവശ്യം കുറേ ആൾക്കാർ ഇത് കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ അവരൊക്കെ പോകാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് തന്നെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ. പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. പിന്നെ അവർ നമുക്ക് വേണ്ടി വെയിറ്റും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ നമ്മൾ തന്നെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ അവർ ഫോട്ടോ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു. ഇതാണ് ഫസ്റ്റത്തെ ആ ഒരു വാട്ടർഫോളിൻ്റെ തുടക്കം എന്ന് പറയാം. മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ വേറൊരു ചെറിയ സ്പേസ് പോലെ അവർ നമുക്ക് കാണാൻ വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ താഴെ കാണുന്ന ചെറിയ വാട്ടർഫോളാണ് നമ്മൾ നേരത്തെ കണ്ടത് കേട്ടോ. അങ്ങനെ വാട്ടർഫോളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്കാണ് രാവിലെ വന്നപ്പോൾ കണ്ട കുറച്ച് സ്ഥലത്ത് ഇറങ്ങാൻ തോന്നിയത്. നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് അജയ് ചേട്ടനും അവിയും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തന്നെയായിരുന്നു കേട്ടോ പോയത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയ നാട്ടിലെ വഴിയും കാര്യങ്ങളും ഒക്കെ ഓർമ്മ വന്നു. മഴയായതുകൊണ്ട് വെള്ളത്തിലിറങ്ങാൻ പറ്റിയില്ല. പക്ഷെ കുറച്ചേരം അവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് ഈ കാഴ്ചയൊക്കെ ഞാൻ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ സ്ഥലം കാണാനുള്ള കൊതി കൊണ്ട് ഇറങ്ങിയതാ. നല്ല രസമുണ്ട് ഈ വാട്ടർഫോളും ഇതൊക്കെ കാണാൻ കേട്ടോ. അപ്പം നീ കുറച്ചു ഞാനപ്പോൾ ഇതൊക്കെ കാണട്ടെ. നല്ല രസം, നല്ല അടിപൊളി സ്ഥലം. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഹെവി റെയിൻഫോൾ ആട്ടോ ഇവിടെ. പക്ഷെ കണ്ടിട്ട് ഇറങ്ങാതിരിക്കുക. പിന്നെ അജയ് ചേട്ടനും അവി വന്നില്ല, മഴ ആയതുകൊണ്ട്. അവി ഓൾറെഡി ഉറങ്ങി. ഇതൊക്കെ പേപ്പർ പോരുന്ന വഴിക്ക് തന്നെ അവ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ വീട്ടിലെത്തി അവനെ വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ എഴുന്നേക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇന്നെന്തോ തണുപ്പൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു പുള്ളി എഴുന്നേറ്റതേ ഉണ്ടായിരുന്നില്ല. പിന്നെ അവ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്കും ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ആ സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു കേട്ടോ. ഞാനും അജേഷിൻ്റെ കട്ടിലേ പോയി കിടന്ന് നന്നായിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഫോണിലും അജയ് ചേട്ടൻ ലാപ്ടോപ്പിലും ആയിരുന്നു റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നതേ ഉള്ളൂ കേട്ടോ. ഡുവറ്റിൽ നിന്നാണെങ്കിൽ ഇറങ്ങാനേ തോന്നുന്നുണ്ടായിരുന്നില്ല, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ ഇന്ന് റെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് നേരത്തെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിയും ഒക്കെ എഴുന്നേറ്റു കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ചെറുതായിട്ടൊന്ന് ലഞ്ച് കഴിച്ചാൽ. അപ്പോൾ പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ചോറും പിന്നെ ഞാൻ ചോറ് വന്ന ശേഷം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചോറും ചിക്കൻ കറിയും പിന്നെ സാലഡും ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഡിന്നറിന്. അങ്ങനെ ഞങ്ങൾ ടി വിയൊക്കെ കണ്ട് നല്ല ആസ്വദിച്ച് ഡിന്നറൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഡിന്നറും കഴിഞ്ഞ് ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് വെറുതെ വെളിയിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മഴയുടെ ശക്തി മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മഴയായിരുന്നു കേട്ടോ. മഴ മാത്രമല്ല നല്ല കാറ്റുമായിരുന്നു. നല്ല കാറ്റെന്ന് വെച്ചാൽ നമ്മളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന പോലെയായിരുന്നു. പിന്നെ രാത്രിയിൽ വല്ല മരം വീഴുവോ എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ പോയി കിടന്നുറങ്ങാൻ പോവുക. അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.